കോഴിക്കോട് കടലുണ്ടി TMH ആശുപത്രിയിൽ ലഹരി സംഘത്തിന്റെ അതിക്രമം. പരിക്കേറ്റ യുവാവിനെ കൊണ്ടുവന്ന സംഘമാണ് അതിക്രമം നടത്തിയത്. റിസപ്ഷൻ അടിച്ചു തകർക്കുകയും ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, എന്തായിരുന്നു ഈ സംഘത്തിന് ഇത്ര വലിയൊരു പ്രകോപനം അവിടെ ഉണ്ടായത്? ശ്രീജ, ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. പരപ്പനങ്ങാടി സ്വദേശി ഉബൈദ് എന്നയാൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുമുണ്ട്. അത്താണിക്കൽ ഉണ്ടായ ഒരു ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ അൻസിൽ എന്ന യുവാവുമായി ഒരു സംഘം ആളുകൾ ഈ TMH ആശുപത്രിയിൽ എത്തിയിരുന്നു. പ്രാഥമിക ശുശ്രൂഷ നടത്തിയ ശേഷം ഈ ഡ്യൂട്ടി ഡോക്ടർ ഈ അൻസലിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനായി റെഫർ ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ പുറത്തേക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത് ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് ഇഷ്ടമായില്ല. ഇവർ ഇത് തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് ആശുപത്രി റിസപ്ഷൻ അടക്കം അടിച്ചു തകർക്കുകയുമാണ് ചെയ്തത്. വീൽ ചെയറുകൾ തകർത്തു. ഒപ്പം ഈ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ഇപ്പോൾ പരപ്പനങ്ങാടി സ്വദേശിയായ ഉഫൈദ് എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അക്രമ സംഘത്തിലെ മറ്റ് ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്രീജ, അനീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മദ്യപ സംഘം കാണിച്ചത് മറ്റൊരു അക്രമമാണ്. ഈ സംഘം എറിഞ്ഞ് ബിയർ കുപ്പി ദേഹത്ത് പതിച്ച 5 വയസ്സുകാരിക്ക് പരിക്കേറ്റു. കള്ളിക്കാട് അരുവിക്കുഴി സ്വദേശി ആദം ജോണിനാണ് പരിക്കേറ്റത്. ആദം ജോണിന്റെ അച്ഛൻ രജനീഷിനും പരിക്കേറ്റിട്ടുണ്ട്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, ഇങ്ങനൊരു അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? ഇവർ എവിടെ നിന്നാണ് ഈ ബിയർ കുപ്പി എറിഞ്ഞത്? എത്രത്തോളം ഗുരുതരമാണ് പരിക്ക്? ശ്രീജ, ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കാട്ടാക്കട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബാറിൽ ഒരു അക്രമം ഉണ്ടാവുകയായിരുന്നു. ഇരു വിഭാഗങ്ങൾ തമ്മിൽ അകത്ത് വാക്കേറ്റം ഉണ്ടായി. അത് കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു. കയ്യാങ്കളിയിൽ എത്തുന്ന സമയത്ത് പുറത്തുനിന്ന് കുറച്ചുപേരൂടെ എത്തിയതോടെ അക്രമം പിന്നെ അത് പുറത്തേക്ക് വ്യാപിക്കുകയായിരുന്നു. ഈ സമയത്ത് അക്രമിയുടെ കയ്യിലുണ്ടായിരുന്ന ബിയർ കുപ്പിയായിരുന്നു വലിച്ചെറിഞ്ഞത്. അച്ഛനൊപ്പം എത്തിയതായിരുന്നു ആദം. ഇവർ കാട്ടാക്കടയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി മടങ്ങുന്നതിനിടയിലായിരുന്നു കുട്ടിയുടെ ദേഹത്തേക്ക് ഈ ബിയർ കുപ്പി പതിച്ചത്. ഗുരുതരമായ പരിക്ക് തന്നെയാണ് കുട്ടിക്ക് കാലിൽ പറ്റിയത്. തുടർന്ന് കുട്ടിയെ കാട്ടാക്കടയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കുട്ടിയുടെ നില ഇപ്പം ഗുരുതരമല്ല. കുട്ടി ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന കുട്ടിയുടെ അച്ഛനും രാകേഷിനും ഈ പറയുന്ന ബിയർ കുപ്പിയുടെ ചില്ലുകൾ ദേഹത്ത് പതിച്ചിരുന്നു. എന്തായാലും കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി ഈ പറയുന്ന പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ രക്ഷിതാക്കളുടെ പരാതിക്ക് മേലും അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശ്രീജ, ശരി. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് മദ്യപ സംഘം എറിഞ്ഞ ബിയർ കുപ്പി ദേഹത്ത് വീണാണ് കുട്ടിക്കും അച്ഛനും പരിക്കേറ്റത്. ഇതോടെ